ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് കെമിസ്ട്രി എക്സാമിന് ബാക്കിയുള്ളത്. അപ്പോൾ എക്സാംസ് ഒക്കെ തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്റർ പ്ലസ് 3rd ചാപ്റ്ററിൻ്റെ കുറച്ച് പോർഷൻസ്, അങ്ങനെയാണല്ലോ സാധാരണ ഓണം എക്സാംസിന് ഉണ്ടാവുക. അത്രയും പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിരിക്കാൻ. വെറുതെ കണ്ടിരുന്നാൽ നമുക്കൊന്നും എന്ത് ചെയ്യൂല, ഉപകാരപ്പെടൂല. എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു പെന്നും പേപ്പറും വെച്ച് മുമ്പിലിരിക്കുക. എന്നിട്ട് ഇതിൽ വരുന്ന ഓരോ പ്രോബ്ലവും അത് നമ്മുടെ ഈ വരുന്ന എക്സാമിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടൊന്ന് എഴുതി നോക്കുക. ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കി ശ്രദ്ധിക്കുക. റെഡി? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ പിന്നെ വാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ ആൻസറുകൾ എന്ത് ചെയ്യോ, വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ, ശരിയാണോ തെറ്റാണോ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. റെഡി? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മളെ ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലുള്ള കുറച്ച് പ്രോബ്ലംസിലേക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഇത് നമുക്കറിയാം ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കുകയാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യന് കൂടെ തന്നെ മലയാളം മീഡിയം ഉണ്ട്. ഓക്കെ, സോ ഒന്നാമത്തെ ഒരു ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അല്ലെ നിരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഫറൻസസ് നിഗമനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാഥോഡ് റേസ് cast shadows of opaque object placed in its paths. അതിന്റെ മലയാളം ഇവിടെ ഓൾറെഡി ഉണ്ട്. രണ്ടാമത്തെ the small paddle wheel placed in the path of the cathode ray rotates. In the electric field, cathode rays are attracted towards the positive part. All gases give cathode rays with the സെയിം ബിഹേവിയർ. എല്ലാ വാതകങ്ങളും ഒരേ സ്വഭാവമുള്ള കാഥോഡ് രശ്മികൾ നൽകുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ നിരീക്ഷണങ്ങൾ അഥവാ ഒബ്സർവേഷൻസ്. ഇനി അതിൻ്റെ ഇൻഫറൻസ് എന്തൊക്കെയാണ്? കാഥോഡ് റൈസ് ഹാവ് നെഗറ്റീവ് ചാർജ്, നെഗറ്റീവാണ്. പാർട്ടിക്കിൾ ഇൻ ദ കാഥോഡ് റൈസ് ആർ പ്രസന്റ് ഇൻ ഓൾ സബ്ജക്റ്റ്. എല്ലാ പദാർത്ഥങ്ങളിലും കണികകളിലും എന്തുണ്ട്, കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ദെൻ കാഥോഡ് റേ ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. നേരായ മാർഗത്തിൽ നേരായ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നമ്മളെ ഇൻഫറൻസും ഈ പറഞ്ഞ ഒബ്സർവേഷനും മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ, ചേരുംപടി ചേർത്താൽ എന്തായിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് വേഗത്തിലൊന്ന് പറഞ്ഞേ മക്കളെ, വേഗത്തിലൊന്ന് പറഞ്ഞേ. യെസ്, ഈ പറഞ്ഞ ആൾക്ക് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ പാത്ത്. നമുക്കറിയാം ഈ പറഞ്ഞ കാഥോഡ് രശ്മികൾ പോകുന്നത് ഏത് എക്സ്പെരിമെൻ്റ് ആയിരുന്നു? ഇത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇത് ഏത് ചാപ്റ്ററിലെ ഏത് ടോപ്പിക്കാണ്, അത് ഏത് പാർട്ടാണ് എന്നുള്ളത് കറക്റ്റ് ഓർമ്മ വരണം കേട്ടോ. ഇത് നമുക്കറിയാം കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് നമ്മളെ ജെ തോംസൺ ഒക്കെ നടത്തിയ ആ എക്സ്പെരിമെൻറ്റിലുള്ള സംഗതികളൊക്കെ ആയിരുന്നു. ഓക്കെ, ശരി. അപ്പം എന്ത് ചെയ്തു, ഈ പറഞ്ഞ അധാരി വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു എന്നുള്ളത് എന്തിനുള്ള എക്സാമ്പിളാണ്? ഈ പറഞ്ഞ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. അല്ലെ, സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ അവിടെ ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള സംഗതി വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ നിഴല് സ്വാഭാവികമായിട്ടും. ആ പിക്ചർ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മൾ പഠിച്ച കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് പിക്ചർ നമ്മൾ മനസ്സിൽ വരുന്നുണ്ടോ മക്കളെ? ഓക്കെ, സെക്കൻഡ് വൺ, ദ സ്മാൾ പാഡിൽ വിച്ച് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേ ട്യൂബ്. അവിടെ ഒരു സ്മോൾ പാഡിൽ അല്ലെ, അഥവാ പിന്നെ ഇതളുകളുള്ള ഒരു ചക്രം വെച്ചാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതെന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു അല്ലെ? എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? യെസ്, അതിനെന്തുണ്ട്, ഈ പറഞ്ഞ കണികകൾക്ക് മാസ് ഉണ്ട് അല്ലെ. മാസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അത് റൊട്ടേറ്റ് ചെയ്തത് എന്ന് നമുക്ക് കിട്ടും. ദെൻ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് എ പോസിറ്റീവ് ചാർജ്. അതെന്തിനുള്ള തെളിവാണ് അല്ലെ? ഈ പറഞ്ഞ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. ആരായിരുന്നു കാഥോഡ് റേസ്? ഇലക്ട്രോൺസ് ആയിരുന്നു അല്ലെ. യെസ്, എല്ലാ വാതകങ്ങളിലും ഒരേ സ്വഭാവമുള്ള കാഥോഡ് രശ്മികൾ അടങ്ങിയിരിക്കുന്നു. അതേതാണ് ഈ പറഞ്ഞ കാഥോഡ് റേസ് എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇലക്ട്രോൺസ് എന്തുണ്ട്, എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ കണ്ടോ
ഈ പറഞ്ഞ ഒരു ചേരുംപടി ചേർക്കാനുള്ളത് ആ ഒരു എക്സ്പെരിമെന്റ് എന്താണെന്നും അത് ആരാണ്, എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. 4 മാർക്കാണ് കേട്ടോ മക്കളെ എന്തായാലും കിട്ടണേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിലുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഓഫ് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെ, റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നമുക്കറിയാലോ. അതിലെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലെ ഒബ്സർവേഷൻസ് നിരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ എഴുതുക അല്ലെ, അസംഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ആ ഗോൾഡ് ഫോയിലൂടെ പോയപ്പോൾ അൺഡിഫ്ലക്റ്റഡ് ആണ്, അഥവാ ഒരു വ്യതിയാനവും കൂടാതെ നേരെ കടന്നുപോയി. യെസ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നമുക്കറിയാം. റൂദർഫോർഡ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു? യെസ്, റൂദർഫോർഡ് ഈ പറഞ്ഞ പ്രോട്ടോണിന്റെ സാന്നിധ്യം ഉറപ്പിക്കാനും അതുവഴി ന്യൂക്ലിയസ് ഉണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്തതാണ് ഈ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ആൽഫ റൈസർ എന്താണ്, ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ റൈസ് ഗോൾഡ് ഫോയിൽ പാസ് ചെയ്തപ്പോൾ മോസ്റ്റ് ഓഫ് ദ എന്ത് ചെയ്തു, പാർട്ടിക്കിൾസും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്തു അതിലൂടെ പാസ് ചെയ്തു പോയി. അതിനർത്ഥം എന്താ, ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് എന്താണ്, എം ടി ആണ്. ഇത് നമുക്ക് എഴുതാൻ കൂടി പറ്റണം. വെറും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രം എഴുതിച്ചാൽ പോരല്ലോ, ഫുള്ളായിട്ട് എഴുതിക്കണം. മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ആറ്റം എന്താണ്, എം ടി ആണ് എന്നാണ് അത് പ്രൂവ് ചെയ്തത്. രണ്ടാമത്തത്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വേർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ അല്ലെ. അപ്പൊ നമുക്കറിയാം ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ആംഗിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്, ഈ പറഞ്ഞ ആറ്റത്തിനകത്ത് എന്തുണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉണ്ട് എന്നാണ് ചെയ്യുന്നത് അതിലൂടെ പ്രൂവ് ചെയ്യപ്പെട്ടത്. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം തിരിച്ചു വരുന്നു, റീബൗണ്ട് ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ടനെ വരും. അതിനർത്ഥം എന്താ, ആ പറഞ്ഞ എല്ലാ പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺസും ആറ്റത്തിന്റെ സെന്റർ പാർട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് കറക്റ്റായിട്ട് ആ സെന്റർ പാർട്ടിൽ ആൽഫ റൈസ് ഹിറ്റ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, നേരെ റീബൗണ്ട് ചെയ്തത് എന്ന് ചുരുക്കം. ഓക്കെ, ആ സെന്റർ പാർട്ടിനെ നമ്മളെ റൂദർഫോർഡ് വിളിച്ച പേരായിരുന്നു എന്ത്, ന്യൂക്ലിയസ് എന്നുള്ളത്. ഓർമ്മ ഉണ്ടല്ലോ? യെസ്. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യണം, എന്തായാലും ചോദിക്കണം. കാരണം എന്താ അറിയോ, ഇത് നമുക്കറിയാം കഴിഞ്ഞ പോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. അതിന് മുമ്പ് വരെ ഈ പറഞ്ഞ ഭാഗമൊന്നും ഇല്ലായിരുന്നു, കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. എസ്പെഷ്യലി നമ്മളെ കാഥോഡ് റൈ ട്യൂബ് എക്സ്പെരിമെന്റും ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാന്നല്ലാതെ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എലമെന്റ് Al1327 is given. അതിന്റെ റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ദിസ് എലമെന്റ്. എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഇടാം മക്കളെ? നമുക്കറിയാം ഈ നമ്പർ നമ്മൾ വിളിച്ച പേരായിരുന്നു, യെസ്, അറ്റോമിക് നമ്പർ അല്ലെ. ഈ നമ്പർ വിളിച്ച പേരായിരുന്നു എന്ത്, മാസ് നമ്പർ. ഓർമ്മ ഉണ്ടല്ലോ, അറ്റോമിക് നമ്പർ എത്രയുണ്ടോ വിച്ച് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. അപ്പൊ എത്ര ആയിരിക്കും മക്കളെ ആൻസർ? ഭയം പറയടാ, 13 പ്രോട്ടോൺ ഉണ്ടാവും. ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ന്യൂട്രോൺ കാണാൻ എങ്ങനെ, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. സോ 27 മൈനസ് 13 എത്ര കിട്ടൂടാ, എത്ര കിട്ടും? 14 ആയിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ഈ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഷെല്ലിൽ, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇടാ? ടോട്ടൽ 13 ആണ് അല്ലെ. പ്രോട്ടോൺ എത്ര ഉണ്ടോ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാകും. സെക്കൻഡ് ഷെല്ലിൽ നമുക്കറിയാം മാക്സിമം എത്രയാണ്, 8 ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇനി എത്ര ഇലക്ട്രോൺ കൂടി ബാക്കി? 3 ഇലക്ട്രോൺ കൂടി ബാക്കി. അപ്പോഴല്ലേ മക്കളെ ടോട്ടൽ 13 എന്ന് വരുള്ളൂ. 2 8 3 ആയിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം. ദെൻ ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് അല്ലെ. ഈ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ എന്ത് ചെയ്യാന്, ഓർബിറ്റ് വിന്യാസം നമ്മൾ ചിത്രീകരിക്കാനാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ചിത്രീകരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ നമ്മൾ ചിത്രീകരിക്കും. യെസ് അല്ലെ, നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ന്യൂക്ലിയസ് വരക്കും അല്ലെ. ന്യൂക്ലിയസിൽ നമുക്കറിയാം ആരൊക്കെ ഉണ്ടാവുക, പ്രോട്ടോൺ ഉണ്ടാവും. എത്ര പ്രോട്ടോൺ ഉണ്ടാവും മക്കളെ? 13 പ്രോട്ടോൺ ഉണ്ടാകും. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 14 ആരുണ്ടാകും, ന്യൂട്രോൺ ഉണ്ടാകും. ഓക്കെ, യെസ്. ഇനി ഫസ്റ്റ് ഷെല്ലിൽ, ഒന്നാമത്തെ ഷെല്ലിൽ, ആ ഷെല്ലിൽ നമ്മൾ വിളിച്ച പേരായിരുന്നു കെ.
സെക്കൻഡ് ഷെല്ലാണ് ആര്? എൽ എന്ന് പറയുന്നത്. തേർഡ് ഷെല്ലാണ് ആര്? എം എന്ന് പറയുന്നത് അല്ലെ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആടാ? 2 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ വരക്കുമ്പോഴേ മാക്സിമം ഡിസ്റ്റൻസ് വെച്ച് വരക്കാനുള്ള മാക്സിമം ഡിസ്റ്റൻസ് വേണേ. അപ്പോൾ ഒന്നിന് നേരെ ഓപ്പോസിറ്റ് വരും. ഇനി സെക്കൻഡിൽ എത്രയാണ് നമുക്കറിയാം? 2, 8 then 2 ആണ്. അപ്പോൾ സെക്കൻഡിൽ 8 ഇലക്ട്രോൺസ്. 8 എങ്ങനെ വരക്കും? 1 ഇവിടെ, ഓപ്പോസിറ്റിൽ 2, 3 ഇവിടെ, ഓപ്പോസിറ്റിൽ 4. ഇനി ബാക്കി 4 കൂടി വേണ്ടേ? 5 ഇവിടെ, 6 ഇവിടെ, 7 ഇവിടെ, 8 ഇവിടെ. ഇലക്ട്രോൺസ് ഈക്വലി എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടഡ് ആകണം. യെസ്. ഇനി എത്ര ഉണ്ട്? 3 ആണല്ലോ അല്ലേ? 283 അല്ലേ? 283 ആയിരിക്കും വരിക. യെസ്. അപ്പോൾ 3 ഇലക്ട്രോൺ ആണ്. അത് നമ്മൾ മാക്സിമം എടുക്കാം. ഒന്നിവിടെ അല്ലേ? ഒന്നിവിടെ. Yes. This is the electronic configuration of aluminium atom. അല്ലേ? അലുമിനിയത്തിന്റെ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? വരുന്നുണ്ടാവും. അപ്പോൾ അത് വരക്കാനും നമുക്കറിയണം. ബോർ മോഡൽ വരക്കാൻ അറിയണം. ഓക്കെ. യെസ്. ഇനി ഇതേപോലെ തന്നെ വേഗത്തിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ വെച്ചുകൊണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം പറഞ്ഞ മക്കളെ, ആൻസർ ഒന്ന് വേഗം പറയടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ഏതാ ചാർജ്? നെഗറ്റീവ് ചാർജ്. ആദ്യം കണ്ടുപിടിക്കപ്പെട്ടതും ഇലക്ട്രോൺ ആണ് കേട്ടോ. എവിടെയുള്ളത് അല്ലേ? ഇലക്ട്രോൺ ആണ് ഒരു ആറ്റത്തിലെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് അല്ലെ. രാസപ്രവർത്തനം ഏർപ്പെടുന്ന ആളാരാ? പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ന്യൂക്ലിയസിനുള്ളിലല്ലേ? ഇലക്ട്രോൺ അല്ലേ ഷെല്ലിലുള്ളത്. ഇലക്ട്രോൺ എന്ത് ചെയ്യുക? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഓക്കെ. ഇനി പ്രോട്ടോണോ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. എന്ത് ചെയ്യുന്നു? അത് ഇറ്റ്സ് പ്രസൻസ് കോസസ് ന്യൂക്ലിയർ ചാർജ്. എടാ, ഈ ന്യൂക്ലിയർ ചാർജ് നമ്മളോട് പഠിച്ചു ഓർമ്മയുണ്ടോ? നമ്മൾ 3rd ചാപ്റ്ററിൽ ആണ് എന്ത് ചെയ്യുന്നത്? സോറി, 2nd ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ന്യൂക്ലിയർ ചാർജ് പഠിച്ചു ഓർമ്മയില്ലേ? പോസിറ്റീവ് ചാർജിന്റെ എന്ത് ചെയ്യാണ്? എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. ആ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത്? ന്യൂക്ലിയർ ചാർജ്. ഓക്കെ. ഇനി ന്യൂട്രോൺ നമുക്കറിയാം ന്യൂട്രൽ ആണ്. ഈ ന്യൂട്രോൺ ഇല്ലാത്ത ഒരാളാരാ? പ്രോട്ടിയം എന്ന് പറയുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. കണ്ടോ, പല ചാപ്റ്ററും കണക്ട് ആണ് ഈ ക്വസ്റ്റ്യൻ. ഹൈഡ്രജന്റെ 1H1 ഐസോട്ടോപ്പ്, അതിലെന്തില്ല? പ്രോട്ടിയം എന്ന് പറയുന്ന ഐസോട്ടോപ്പിൽ ന്യൂട്രോൺ ഇല്ല. കാരണം എന്തേ? മാസ് നമ്പറും 1 ആണ്, അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ മക്കളെ ന്യൂട്രോൺ? 1 - 1 ചെയ്ത് എത്ര കിട്ടും? 0. സോ ദർ ഇസ് നോ ന്യൂട്രോൺ പ്രസന്റ് ഇൻ ദ പ്രോട്ടിയം 1H1 ഐസോട്ടോപ്പ്. റെഡി? കണ്ടോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാതും ഓർമ്മ വരണം. ഏത് ടോപ്പിക്കാണ് ഏത് ചില ഞാൻ പറയല്ലേ, ആദ്യത്തെ 2-3 ചാപ്റ്റർ ഭയങ്കര കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് രണ്ടിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാ നിങ്ങളോട് ഞാൻ ഫസ്റ്റത്തെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തിൽ നമ്മളെ കമന്റ് സെക്ഷനിൽ മാർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെ ഒന്നാമത്തെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇതിലേതാണ് ഐസോട്ടോപ്പുകൾ? അപ്പൊ എന്താണ് ഐസോട്ടോപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണ് ഐസോട്ടോപ്പ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോ ബാർ അഥവാ സെയിം മാസ് നമ്പർ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ് എന്ത്? ഐസോ ബാർ. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഐസോട്ടോൺ എന്ന് വിളിക്കും. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഏതാണ്? ഐസോട്ടോപ്പ് മാത്രമാണ്. ഇതിൽ ഐസോട്ടോപ്പ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക? വേഗത്തിൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. യെസ്, ദിസ് ഇസ് എ സെക്കൻഡ് ചാപ്റ്റർ, പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്നുള്ളത് നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് നല്ല കണക്റ്റഡ് ആണ്. അതിലെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. നമുക്കറിയാം ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം ഗ്രൂപ്പുകളും പീരിയഡ്സ് ഉണ്ട്. ഗ്രൂപ്പുകളെ നമ്മൾ ഒരുപാട് ഫാമിലീസ് ആക്കിയിട്ടുണ്ട്. അതിന്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ ഏതാണ്? സംക്രമണ മൂലകം, ആക്ടിനോയിഡുകൾ, അതേപോലെ തന്നെ നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ, ആൽക്കലി മെറ്റൽസ്. ഓക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ ആരുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ആൻസർ പറയണേ. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. എന്താ മക്കൾ ഈ പെനൾട്ടിമേറ്റ് ഷെല്ല്? ബാഹ്യതമാ ഷെല്ലിന്റെ തൊട്ടു മുമ്പിലുള്ള ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ, ഇതിപ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് വിചാരിച്ചോ. ഓക്കെ, അതിന്റെയും ഉള്ളിലൊരു ഷെല്ലുണ്ടെങ്കിൽ അതാണ് പെനൾട്ടിമേറ്റ് ഷെല്ല്. അത് ആർക്കാണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റിനാണ്. സോ ഇതാർക്കാണ്? ഈ പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റ് ആണ് ഓപ്ഷൻ എ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ.
അവർക്ക് വേറെ ചില പ്രത്യേകത ഉണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? സംക്രമണ മൂലകങ്ങൾ ട്രാൻസ് എലമെന്റിന്റെ പ്രത്യേകത അവർ ഡിഫറെന്റ് വാലൻസി കാണിക്കും, വ്യത്യസ്ത വാലൻസി കാണിക്കും. അതോടൊപ്പം തന്നെ നിറമുള്ള സംയുക്തങ്ങൾ, കളേർഡ് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. അവര് ഗ്രൂപ്പിലും പീരിയഡിലും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം പ്രോപ്പർട്ടീസ്, ഒരേ സ്വഭാവങ്ങൾ കാണിക്കുന്ന മൂലകങ്ങൾ, എലമെന്റ്സ് ആണ്. ഇതൊക്കെ സംക്രമണ മൂലകങ്ങളുടെ മാത്രം, ട്രാൻസ് എലമെന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, ഇനി സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കൂല, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ആൾക്കാരാരാ? നോബിൾ ഗ്യാസസ് അല്ലെ, നോബിൾ ഗ്യാസസ് ആണ് ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരിക അല്ലെ. അവരെന്തില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഈ പറഞ്ഞ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വേറൊരു രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടേണ്ട ആവശ്യം ഇല്ല. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ അല്ലെ. ഹേ നീ ആര്? കൃഷ്ണനോ സീതയോ രാമനോ അതാണ് അതിൻ്റെ എന്താ പറയുക ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഹേയ് ഹീലിയം, നീ ആര്? നിയോൺ, ആർഗൺ. കൃഷ്ണനോ സീതയോ രാമനോ. കെ ആർ ക്രിപ്റ്റോൺ ഉണ്ട്, സെനോൺ എക്സ് ഉണ്ട്, റഡോൺ RN ഉണ്ട്. ഓക്കെ, നോബിൾ ഗ്യാസ് പഠിക്കാനുള്ള ചെറിയൊരു ഷോർട്ട് ട്രിക്ക് അതാണ് കേട്ടോ. ഓക്കെ, ദെൻ ദേ ആർ ഗ്രൂപ്പ് 1 എലമെന്റ്. ഗ്രൂപ്പ് 1 എലമെന്റിനെ ഒന്നാം ഗ്രൂപ്പ് മൂലങ്ങൾ നമ്മൾ വിളിച്ച പേരെന്താ മക്കളെ? ആൽക്കലി മെറ്റൽസ് ആയിരുന്നു. രണ്ടാം ഗ്രൂപ്പ് എന്തായിരുന്നു? സെക്കൻഡ് ഗ്രൂപ്പ് എന്തായിരുന്നു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെയാണ് ആര്? ട്രാൻസിഷൻ എലമെന്റ്സ്. 3 മുതൽ 12 വരെ. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ചുവടെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. അതായത് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും അല്ലെ. അതിൽപ്പെട്ടുള്ളവര് ആക്ടിനോയിഡ്സ്. ഏറ്റവും ലാസ്റ്റാണ് ആക്ടിനോയിഡ്. 6ാമത്തെ 6th പീരീഡിന്റെ ബാക്കിയാണ് ലാന്തനോയിഡ്സ്. 7ാമത്തെ പീരീഡിന്റെ ബാക്കിയാണ് ആര്? ആക്ടിനോയിഡ്സ്. അപ്പൊ നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ഏറ്റവും അവസാനത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ദാ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാളം ഇവിടെ ഉണ്ട്, ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ എലമെന്റും അതിന്റെ അറ്റോമിക് നമ്പറുമാണ്. സെയിം പീരിയഡിൽ, ഒരേ പീരിയഡിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒരേ പീരിയഡിൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അറ്റോമിക് നമ്പർ അല്ലേ, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി വെക്കേണ്ടി വരും. ഇതാ ഇയാളെങ്ങനെ വരിക? 2,4. ഇയാളോ 2,8,4. ഇയാളോ 2,8,7. ഇയാളോ 2,8,9 ആണോ? അല്ല, ഇത് പൊട്ടാഷ്യാണ് വരിക. 2,8,8,1. 19th വരുമ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ലടാ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമായ ഷെല്ലിൽ ഒരിക്കലും 8ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാവില്ല. അവിടെ 2,8,9 അല്ല വരിക, 2,8,8,1 ആണ് വരിക. ഇതിൽ നോക്കിക്കേ, ഒരേ പീരീഡിൽ, സെയിം പീരീഡ് നമ്പർ എങ്ങനെ നമ്മൾ കാണാം? പീരീഡ് നമ്പർ എങ്ങനെ കാണാം? നമ്പർ ഓഫ് ഷെൽ എത്രയാണോ അതാണ് പീരീഡ് നമ്പർ. നോക്കൂ നിങ്ങൾ, ഇയാളുടെ പീരീഡ് നമ്പർ എത്ര വരും? പീരീഡ് നമ്പർ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ എഴുതാം. ഇയാളുടെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ഓൺലി 2 ഷെല്ലുള്ളൂ. സോ 2. ഇതിന് 3 ഷെല്ലുണ്ട്, 4 ഷെല്ലുണ്ട്. അപ്പൊ സെയിം നമ്പർ പീരിയഡ്സ് വരുന്നത് ആരൊക്കെയാണ്? ഈ പറഞ്ഞ ബിയും സിയും അല്ലെ. ബിയും സിയുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. എലമെന്റുകൾ എ ബി ഇവയിൽ വലുപ്പം കുറഞ്ഞ ആറ്റം ഏത്? എ ഉണ്ട്, ബി ഉണ്ട്. ഒരാള് 6th ആണ്, മറ്റാള് 14th ആണ്. പക്ഷെ നോക്കിക്കേ, 2,4 ആണ്, 2,8,4 ആണ്. ഇതിൽ ആർക്കായിരിക്കും സ്മോളർ ആയിട്ടുണ്ടാവുക, വലുപ്പം കുറവുണ്ടാവുക? ഓഫ് കോഴ്സ്, വേഗം പറയടാ ആൻസർ എ. എന്തുകൊണ്ട്? എടാ ഇയാൾക്ക് 2 ഷെല്ലുള്ളൂ, ഇയാൾക്ക് 3 ഷെല്ലുണ്ട്. താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ. 3 ഷെല്ലാവുമ്പോ 3 എണ്ണം വരക്കണ്ടേ, മറ്റേത് 2 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് സി. എലമെന്റ് സി എന്ന് പറയുന്ന ആളുടെ ഗ്രൂപ്പ് നമ്പർ 2,8,7 ആണ്. എങ്ങനെ മക്കളെ ഗ്രൂപ്പ് നമ്പർ കാണാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമായ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. അത് 1ഓ 2ഓ ആണെങ്കിൽ അത് തന്നെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഇപ്പൊ ഇയാള് 1 അവസാനത്തിൽ എങ്കിൽ 1ാമത്തെ ഗ്രൂപ്പാണ്. എന്നാൽ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2ൽ കൂടുതൽ ഉണ്ടെങ്കിലോ ആ എണ്ണത്തിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ 17 ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ 14 ഇയാളതും 14. ഓക്കെ, അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കൂടെ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ 10 ആഡ് ചെയ്യണം. 1ഓ 2ഓ ആണെങ്കിൽ അത് തന്നെയായിരിക്കും. സോ ഓപ്ഷൻ 17 ആയിരിക്കും. 17 ആണ് ആൻസർ. എന്ത് വരിക? ഓപ്ഷൻ സിയുടെ വരിക. ടു വിച്ച് ഫാമിലി ഓഫ് എലമെന്റ് ഡസ് സി ബിലോങ്സ്? സി എന്ന് പറയുന്ന ആള് ഏത് ഫാമിലി പെട്ടതാണ്? എടാ 17th ഗ്രൂപ്പ് എലമെന്റ് നമ്മൾ വിളിച്ച പേര് മെമ്മറി
17th ഗ്രൂപ്പ് നമ്മൾ വിളിച്ച പേര് ഹാലോജൻസ്. 18th ഗ്രൂപ്പ് ആയിരുന്നു നോബിൾ ഗ്യാസ്. 17th നമ്മൾ വിളിച്ച പേര് ഹാലോജൻസ്. അപ്പൊ ഫാമിലീസ് എന്തായാലും ക്വസ്റ്റ്യനിൽ എന്തായാലും വരാറുണ്ട് കേട്ടോ. സോ ആൻസർ എന്ത് വരും? മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എന്ത് തന്നെയാണ്? ഹാലോജൻസ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് ദ അറ്റോമിക് നമ്പർ ചേഞ്ചസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഓൾസോ ചേഞ്ച്. അല്ലെ, അറ്റോമിക് നമ്പർ മാറുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് വലുപ്പത്തിൽ വ്യത്യാസം വരും. ക്വസ്റ്റ്യൻ എ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സൈസ് ഓഫ് ആൻ ആറ്റം? ഒരു ആറ്റത്തിന്റെ സൈസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? വലുപ്പത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? സ്വയം പറഞ്ഞ്. ഒന്ന്, അതിലുള്ള നമ്പർ ഓഫ് ഷെല്ലുകൾ, എത്ര ഷെല്ലുണ്ട് എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും? ആറ്റത്തിന്റെ വലുപ്പം കൂടും കുറയും. അല്ലെ, ഷെല്ലിന്റെ എണ്ണം കുറവാണെങ്കിൽ അല്ലെ, മുകളിലൊക്കെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പീരീഡിൽ 1-2 ഷെല്ലുകളെ ഉണ്ടാവുള്ളൂ. താഴത്തേക്ക് വരുമ്പോഴാണ് 5, 6, 7 ഒക്കെ ആയി മാറുക. അപ്പൊ ഷെല്ലിന്റെ വലുപ്പം കൂടുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും മക്കളെ? അല്ലെ, ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കൂടും. രണ്ടാമത്തെ സാന്നിധ്യമായിരുന്നു ന്യൂക്ലിയർ ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഈ ന്യൂക്ലിയർ ചാർജ്? ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലമാണ് എന്ത്? ന്യൂക്ലിയർ ചാർജ്. അവിടെ ന്യൂക്ലിയർ ചാർജ് എപ്പോഴാ കൂടുക? ഈ പറഞ്ഞ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ അല്ലെ, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞു വരും. എന്തുകൊണ്ടാ? ഇങ്ങോട്ട് പോകും തോറും ഈ പറഞ്ഞ ന്യൂക്ലിയസിലും ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. കാരണം എന്തേ? പ്രോട്ടോണിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട് ന്യൂക്ലിയസിൽ, അതനുസരിച്ച് ഇലക്ട്രോണിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷെ അവർ നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടും. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുക പറഞ്ഞാൽ ഇലക്ട്രോൺ നന്നായിട്ട് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്യലാണ്. അപ്പൊ അതനുസരിച്ച് അട്രാക്ട് അനുസരിച്ച് ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യൂടെ? കുറഞ്ഞു വരും. ഓക്കെ, യെസ്. അപ്പോൾ ഹൗ ഡസ് ദിസ് സൈസ് ഓഫ് ആൻ ആറ്റം വേരി ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, ഈ 2 പോയിന്റ് ചെയ്ത ബി ഓപ്ഷനാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആറ്റത്തിന്റെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടും. ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടും. എന്നാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയും. കാരണം എന്തേ? അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. റെഡി? ഓക്കെ, എങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഫാമിലീസ് പഠിച്ചെങ്കിൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ആ ഫാമിലീസിന്റെ പേരുകൾ ഇവിടെ കുറെ ബ്ലാങ്ക് ഉണ്ട്. ആ ബ്ലാങ്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കണ്ട് വീഡിയോക്ക് താഴെ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതണം. റെഡി അല്ലേ? കിട്ടൂലേ? ഒന്നാലോചിച്ച് നോക്കിക്കേ, വേഗത്തിലാണ് ആലോചിച്ച് നോക്കിക്കേ. കിട്ടുന്നുണ്ടോ? ഇത് എക്സാമിന് ചോദിച്ചാൽ എന്ത് എഴുതും? ആലോചിച്ച് നോക്കിക്കോ. യെസ്. അപ്പൊ നമ്മള് 3rd ചാപ്റ്ററിലേക്ക് പോകുന്നു. 3rd ചാപ്റ്ററിലെ മുഴുവൻ പാർട്ട് നമുക്ക് പഠിക്കാനില്ല. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഉണ്ടാവുക അല്ലെ. കെമിക്കൽ ബോണ്ടിങ് ആണ്, രാസബന്ധനം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തത്തിന്റെ രൂപീകരണം പരിഗണിക്കുക. നമുക്ക് അറ്റോമിക് നമ്പർ സോഡിയം 11 ആണ്, ക്ലോറിൻ 17 ആണ്. ഈ പ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റം ഏത്? ഏതാ? അല്ലെ, സോഡിയം നമുക്കറിയാം 281 ആണ്, 281. ക്ലോറിനോ 287 ആണ്, ബിക്കോസ് 17 ഈസ് ദ അറ്റോമിക് നമ്പർ. ആരായിരിക്കും ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക? ഓഫ് കോഴ്സ് ഈ സോഡിയം ആറ്റമാണ് ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കുക. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ത് ചെയ്യുക? നമ്മളോട് വരക്കാൻ വേണ്ടിയിട്ടാണ്. സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരക്കൂടാ? സോഡിയം വരക്കാൻ എങ്ങനെ? സോഡിയം, അതേപോലെ തന്നെ ക്ലോറിൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലുള്ള ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 281 ആണ് സോഡിയം. അതിലെ ആ 1 ഇലക്ട്രോൺ മാത്രം വരക്കും. ഇയാളോ 287 ആണ് ക്ലോറിൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര ഇലക്ട്രോൺ വരക്കണം? 7 ഇലക്ട്രോൺസിനെ ഞാനിതാ ഡോട്ട് ആയിട്ട് വരക്കും. അപ്പൊ നമ്മൾ എന്ത് വിളിക്കുക? ഇതെല്ലാ ഇലക്ട്രോണും വരക്കണ്ട, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ മാത്രം വരച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു സോഡിയം പ്ലസ് ഇതാണ് ക്ലോറിൻ ആറ്റം. രണ്ടും കൂടി കൂടിച്ചേർന്നാലോ ഈ സോഡിയം ആറ്റത്തിന്റെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തോടാ? ക്ലോറിനിലേക്ക് കൊടുത്തു. ഇനി ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. പകരം ഇലക്ട്രോൺ പോയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. റെഡി? ഇനിയോ ക്ലോറിൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്ലോറിന് സ്വന്തമായി ഓൾറെഡി എന്തുണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനു പുറമെ സോഡിയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇലക്ട്രോൺ കൂടി ആകുമ്പോൾ എത്രയായി? അല്ലെ, ടോട്ടൽ 8 ആയി. അയാളുടെ ചാർജ് എത്ര? നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് പുറത്ത് ചെയ്താ. ഓക്കെ, നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇപ്പൊ ഇയാൾ എന്തായിടാ? 28 ആണ്. ഒരു ഇലക്ട്രോൺ പോയി. ഇയാളോ 287 ആയിരുന്നു, അതെന്തായി മാറി?
ടു 8 ആയി. രണ്ടുപേർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടി, അഥവാ ബോത്ത് ആർ സ്റ്റേബിൾ. അങ്ങനെ എന്തുണ്ടായത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ തന്മാത്ര രൂപീകരിച്ചതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വരച്ചത്. റെഡിയാണല്ലോ? സിമ്പിൾ അല്ലേ? ഇതിലൊന്നും കുറെ ആലോചിക്കാൻ പോലും കേട്ടോ. പരീക്ഷയ്ക്ക് ഇതന്നെ ചോദിക്കൂല. പരീക്ഷയ്ക്ക് സോഡിയം ക്ലോറൈഡ് തന്നെ ചോദിച്ചോളന്നില്ല. ചിലപ്പോൾ ചോദിക്കാം, പക്ഷെ മിക്കവാറും വേറെ വലുതായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് ഡയഗ്രാം. അപ്പൊ Mg എടുക്കേണ്ടി വരും. Mgക്കും ഇതേപോലെ എഴുതി വെക്കേണ്ടി വരും. എത്ര ഇലക്ട്രോൺ കൊടുക്കണം, എത്ര ഇലക്ട്രോൺ വാങ്ങണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ എത്ര കൊടുക്കണം, എത്ര വാങ്ങണം എന്ന് ആലോചിച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസറിലേക്ക് നമ്മൾ എത്തിക്കോളും. റെഡി? ഓക്കെ. Select the characteristics of ionic compound from the following statement. ഓക്കെ, അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകത മാത്രം എഴുതാനാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ ആയിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം എന്താണ്? അയോണിക് കോമ്പൗണ്ട് ആണ്. കാരണം എന്തേ? ഒരാൾ ഇലക്ട്രോൺ കൊടുക്കുന്നു, മറ്റാൾ ഇലക്ട്രോൺ വാങ്ങുന്നു, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ്. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അയോണിക് കോമ്പൗണ്ട്. ഇലക്ട്രോൺ പങ്കുവെക്കലല്ല, അഥവാ കൊവാലന്റ് അല്ല. അപ്പൊ സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ ആരാണ് മക്കളെ? നമ്മൾ സാധാരണ ഉപ്പ്, നമ്മൾ ടേബിൾ സാൾട്ട് ആണ് സാധനം. അതിന്റെ പ്രത്യേകത നോക്കിയാൽ മതി. ദ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റലൈൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അല്ലെ? സോളിഡ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുക? അത് കാണപ്പെടുക. അത് കറക്റ്റ് ആണ്, ട്രൂ ആണ്. അതെ, അപ്പൊ ഒന്നാമത്തത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ. രണ്ടാമത്തത് ദ യൂഷ്വലി ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ആലോചിക്കുക, ഈ പറഞ്ഞ ഉപ്പിനെ നമുക്ക് അതിനെ മെൽറ്റ് ചെയ്യാനും ബോയിൽ ചെയ്യാനൊക്കെ അത്ര എളുപ്പമാണോ? അല്ല. ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ആണോ? അല്ല. വിച്ച് ഇസ് എ ഫോൾസ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒന്ന് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ. 3, ദേ ആർ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അല്ലെ? മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താണ്? വളരെ കൂടുതലാണ്. വിച്ച് ഇസ് എ റൈറ്റ് വൺ, ട്രൂ വൺ. ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ കറക്റ്റ് നട്ടത്. ഓക്കെ, കറക്റ്റ്. Then ഇവ ഖരാവസ്ഥയിൽ വൈദ്യുതിയെ കടത്തിവിടുന്നു. They conduct electricity in solid state. അല്ല, this is false. എപ്പോഴാണ് കടത്തിവിടുക ഇലക്ട്രിസിറ്റിയെ? ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റ്. അല്ലെ? ലായനി ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ഉരുകിയ അവസ്ഥയിലും സൊല്യൂഷൻ സ്റ്റേറ്റ് ലായനി ആകുമ്പോഴും ആ പറഞ്ഞ അയോണിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിയെ, കറന്റിനെ കടത്തിവിടും. ഓക്കെ, അപ്പൊ ഉപ്പ് കടത്തിവിടൂല. ഉപ്പിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അയാൾ ഇലക്ട്രിസിറ്റി കടത്തിവിടും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഈസ്. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് 8. നമുക്കറിയാം, ഓക്സിജൻ ഉണ്ടാകുമ്പോൾ, ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ എത്ര ഇലക്ട്രോൺ പെയറുകളെ, എത്ര ഇലക്ട്രോണിന്റെ ജോഡികളെയാണ് അത് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. നമുക്കിവിടെ എന്താ അറിയണം? ഇത് അയോണിക് ആണോ? അല്ല, ഇവിടെ പങ്കുവെക്കലാണ്. ഇത് കൊവാലന്റ് ആണ്. കൊവാലന്റിൽ ഇലക്ട്രോണുകൾ പങ്കുവെക്കും. ഇപ്പൊ ഫ്ലൂറിൻ, ഫ്ലൂറിൻ നമുക്കറിയാം 2,7 ആണ് ഫ്ലൂറിൻ. അറ്റോമിക് നമ്പർ 9 ആണ്. 2,7 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ മതി. അപ്പൊ എന്ത് ചെയ്തു? 1 പെയർ ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു മക്കളെ? ഇവിടെ പങ്കുവെച്ചു, ഷെയർ ചെയ്തു. ഓക്കെ, ഓക്സിജൻ ആണെങ്കിലോ, അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഓക്സിജൻ ആണെങ്കിൽ 2,6 ആണ്. എടാ, ഇത് എവിടെ കിട്ടുക? ഓക്സിജൻ 8 ആണെന്ന് അറിയണം. ആദ്യത്തെ ഒരു 10 എലമെന്റിന്റെ ഒക്കെ പേര് കിട്ടണടാ. ഓക്കെ, ഹൈ ഹീലി BBC ന്യൂസ് ഓഫ് ആക്കിയോ നീ? സിമ്പിൾ വാക്കാണ്. ഹൈ ഹീലി, ഹൈഡ്രജൻ. ഓക്കെ, ഹീലി, ഹീലിയം, ലിഥിയം. BBC ന്യൂസ്, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. BBC ന്യൂസ്. ഓഫാക്കിയോ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ, നിയോൺ. ആദ്യത്തെ 10 ആൾക്കാരായി. ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ തന്നെ എക്സാൻവൈയുടെ മെയിൻ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ പീരിയോഡിക് ടേബിൾ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. പീരിയോഡിക് ടേബിൾ ഈസി ട്രിക്ക്, എക്സാൻവൈ ലേണിംഗ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബിൽ ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എത്രാമത്തിലാണ്? ഓഫാക്കിയോ. ആ ഓ ആണത്. 8 ആണ് അറ്റോമിക് നമ്പർ. 2,6 ആണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ കിട്ടിയിട്ട് കാര്യമില്ല. ഒക്ടറ്റ് ആവൂല, അഥവാ 8 ഇലക്ട്രോൺ ആവൂല. അത് പിന്നെ എന്ത് ചെയ്യൂല? സ്റ്റേബിൾ ആവൂല, സ്റ്റെബിലിറ്റി ഉണ്ടാവൂല. അപ്പൊ ഒന്നിന് പകരം 2 ഇലക്ട്രോൺ. അല്ലെ? ഇയാൾ എന്ത് ചെയ്തു? ഇയാള് ഈ ഇലക്ട്രോണുമായിട്ട് ഷെയർ, ഈ ഇലക്ട്രോണുമായിട്ട് ഷെയർ. ദർ ആർ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു? അവര് ഷെയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ മക്കളെ? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ വരിക? 2 പെയർ. അല്ലെ? 2 ഇലക്ട്രോണിന്റെ ജോഡികളെയാണ് ഷെയർ ചെയ്തത്. ഇനി നൈട്രോജൻ ആണെങ്കിലോ, BBC ന്യൂസ് ആണ്. അറ്റോമിക് നമ്പർ 7 ആണ്. 7 ആകുമ്പോ അല്ലെ 1 പെയർ. അപ്പൊ ഒരു ഇലക്ട്രോൺ കിട്ടിയുള്ളൂ കേട്ടോ.
2 പെയർ, രണ്ടാമത്തും കിട്ടി 3 പെയർ. 3 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാക്കി അല്ലേ? 3 ഇലക്ട്രോൺ പെയറുകൾ, 1 2 3. അപ്പോൾ എന്താവുക? നൈട്രജൻ മോളിക്യൂൾ ആവുക, തന്മാത്ര. ഒരു ഇലക്ട്രോൺ മാത്രം ഷെയർ ചെയ്യുമെങ്കിൽ നമ്മൾ വിളിക്കും സിംഗിൾ ബോണ്ട്, ഏകബന്ധനം. 2 ഇലക്ട്രോൺ പെയറുകളെ, 2 ജോഡികളെ ഷെയർ ചെയ്താലോ ഡബിൾ ബോണ്ട്, 3 ജോഡികൾ ഷെയർ ചെയ്താലോ ട്രിപ്പിൾ ബോണ്ട്. ഇതാണ് അതിൻ്റെ പേരുകൾ ഉണ്ടാവുക. റെഡി? അപ്പൊ ഇത് സഹസംയോജക ബന്ധനാണ്, കൊവാലന്റ് ബോണ്ടാണ്. എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. 2 സോഡിയം ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. സോഡിയം ഓക്സിജനും കൂടി ചേർന്ന് ഏതാ മോളിക്യൂള്? സോഡിയം ഓക്സൈഡ്. അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വരച്ചു നോക്കി പെട്ടെന്ന് ആൻസറുകൾ പറഞ്ഞു. ഇതിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആര്? ഓക്കെ, ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്സിജൻ ആറ്റത്തിന്റെ അല്ല. ആറ്റാണ് എളുപ്പമാണ്, 2,6 ഇട്ടാൽ മതി. ഇവിടെ 2 ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയാണ്. അപ്പൊ എങ്ങനെ വരും ആലോചിച്ചോ. ഓക്കെ, ഈ സംയുക്തത്തിലെ രാസബന്ധനം ഇത് ഏത് ടൈപ്പ് രാസബന്ധനാണ്? അയോണിക് ആണോ കൊവാലന്റ് ആണോ? വേഗം എഴുതിക്കോ. സോഡിയം ഓക്സൈഡിന്റെ രാസസൂത്രം എഴുതുക. അത് എണ്ണം നോക്കിയാൽ മതി. സോഡിയം ഓക്സൈഡ് എന്ന് പറയുന്നവരുടെ കെമിക്കൽ ഫോർമുല എഴുതിയാൽ അതും കിട്ടും. റെഡി? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക? വേഗത്തിൽ കമന്റ് ആയിട്ട് എഴുതുക. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് മക്കളെ. പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മൾ ചാപ്റ്ററിന്റെ ഓർഡർ അങ്ങോട്ട് മാറി എന്നൊക്കെ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക. എന്തായാലും അവർക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ എഴുതാനും ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ആകും. നമ്മുടെ ഡൗട്ടുകൾ ഒരുപാട് ക്ലിയർ ആകും. എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്ക് കിട്ടണം, A+ തന്നെ കിട്ടണം. അതിൽ കുറഞ്ഞൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ രൂപത്തിൽ എക്സാമിന് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കെമിസ്ട്രി എക്സാം. താങ്ക് യു.